ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും തന്നെ ആദ്യം തന്നെ നന്ദി പറയുന്നു. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് കോൾ റിസീവ് ചെയ്യാനും അതുപോലെ തന്നെ കോൾ ചെയ്യാനും മെസ്സേജ് നോക്കാനും നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോസ് ഗാലറിയിൽ നിന്ന് നോക്കാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾക്ക് എങ്ങനെ വിൻഡോസ് 10 PC-യിൽ നിന്ന് ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാം എന്നുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് വളരെ സിമ്പിളാണ്. നമുക്ക് വിൻഡോസ് 10-ൽ വിൻഡോസ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ യുവർ ഫോൺ എന്ന് പറയുന്ന ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ നമ്മൾക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യുവർ ഫോൺ ഡൗൺലോഡ് ചെയ്ത് പിന്നീട് നമ്മൾ ഒരു ഹോട്ട്മെയിൽ ID വെച്ച് രണ്ടും കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ പോക്കറ്റിലുണ്ടായാലും നമ്മൾക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് മെസ്സേജ് വായിക്കാൻ പറ്റും, മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൾ ചെയ്യാനും കോൾ റിസീവ് ചെയ്യാനും നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മൈക്രോഫോണും സ്പീക്കർ ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് ഒരു വ്യക്തിയോട് സംസാരിക്കാനും പറ്റുന്ന ഒരു ഫീച്ചറാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് ആൻഡ്രോയിഡിന് മാത്രമാണ് കോമ്പാറ്റബിൾ. ഐഫോണിന് ഇപ്പോഴും തന്നെ ഫീച്ചേഴ്സ് ഒന്നും വന്നിട്ടില്ല, സിമ്പിളായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഇതിന് വിൻഡോസിൻ്റെ കമ്പ്യൂട്ടർ തന്നെ വേണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, കോൺഫിഗർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ കമ്പ്യൂട്ടർ. യുവർ ഫോൺ എന്ന് പറയുന്ന ആപ്പ് നമ്മൾ വിൻഡോസ് 10 PC-യിൽ ഡൗൺലോഡ് ചെയ്യണം. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യുവർ ഫോൺ കമ്പാനിയൻ എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് ലോഞ്ച് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് നമ്മുടെ യുവർ ഫോൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് രണ്ട് ഓപ്ഷനാണ്, ആൻഡ്രോയിഡ്, ഐഫോണിൽ ഫീച്ചേഴ്സൊന്നും അധികം വന്നിട്ടില്ല, ജസ്റ്റ് വെബ് ബ്രൗസർ ലിങ്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ. പ്ലേ സ്റ്റോറിൽ പോയിട്ട് യുവർ ഫോൺ കമ്പാനിയൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ ഫോണിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഐ ഫിനിഷ്ഡ് ഇൻസ്റ്റാളിങ് കമ്പാനിയൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓപ്പൺ QR കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൈക്രോസോഫ്റ്റിൻ്റെ ഫ്രീ ഇമെയിൽ ID ആയ ഹോട്ട്മെയിൽ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് ID ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ഫോണിൽ നിന്ന് പെർമിഷൻസ് ആക്സെപ്റ്റ് കൊടുക്കേണ്ടതാണ്. എല്ലാം അലോ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഫോണിൽ നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാവുന്നതാണ് ലിങ്ക് യുവർ ഫോൺ ആൻഡ് PC എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് ലിങ്ക് യുവർ ഫോൺ ആൻഡ് PC എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം QR കോഡ് ഈസ് എ QR കോഡ് ഓൺ യുവർ PC. QR കോഡ് നമ്മൾ ഓൾറെഡി PC-യിൽ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് QR കോഡ് റീഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ QR കോഡ് സക്സസ്ഫുൾ ആയിട്ട് റീഡ് ആയിട്ടുണ്ട്. കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഫോണിൽ ലാപ്ടോപ്പിൽ ഡൺ എന്ന് പറയുന്ന ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫോണിൽ ഡൺ കംപ്ലീറ്റഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഡൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പിൽ യു ആർ ലിങ്ക്ഡ് എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ മെസ്സേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളുടെ ലാപ്ടോപ്പിൽ കാണാൻ പറ്റുന്നത്. ഗാലക്സി S8 ആണ് നമ്മളിപ്പം കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മെയിനായിട്ട് 4 ഓപ്ഷൻസ് ആണ് നോട്ടിഫിക്കേഷൻ. ഈ ഒരു ടാബിലാണ് നമുക്ക് നമ്മുടെ ഫോണിലുള്ള നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻസ് നമ്മൾക്ക് ഫോണിൽ നിന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്കിവിടെ ഒരു ബട്ടൺ കാണാവുന്നതാണ്, ഓപ്പൺ സെറ്റിങ്സ് ഓൺ ഫോൺ. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻസ് നമ്മൾക്ക് ഫോണിൽ നിന്ന് കൊടുക്കണം, എന്നാൽ മാത്രമാണ് നമ്മളുടെ ഫോണിലുള്ള നോട്ടിഫിക്കേഷൻസ് ലാപ്ടോപ്പിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓപ്പൺ സെറ്റിങ്സ് ഓൺ ഫോൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മളുടെ ഫോണിൽ നമ്മൾക്കൊരു പെർമിഷൻ വരുന്നതായിരിക്കും. അതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ ആക്സസ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളെ ഫോണിൽ നമ്മൾക്ക് അതുപോലുള്ള നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ നമ്മളുടെ ആപ്പിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ആപ്പ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ആപ്പ് ഇൻഫോയിൽ പോയതിന് ശേഷം നമ്മൾക്കിവിടെ പെർമിഷൻസ് കാണാവുന്നതാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ, കോൺടാക്ട്സ്, ഫോൺ, SMS എല്ലാം പെർമിഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് വരാത്തത്. നമുക്ക് കോൾ ലോഗ്സ് എല്ലാ പെർമിഷൻസും തന്നെ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ മൊബൈൽ, നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എല്ലാ നോട്ടിഫിക്കേഷനും തന്നെ നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ സിം കാർഡിലേക്ക് വന്നിട്ടുള്ള മെസ്സേജസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഗാലറിയിലുള്ള ഫോട്ടോസും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ കോൾസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്കൊരു പെർമിഷൻസും കൂടി കൊടുക്കണം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണും ലാപ്ടോപ്പും ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ തന്നെ കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു സെൻഡ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. സെൻഡ് പെർമിഷൻ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ
നമ്മളുടെ ഫോണിലേക്കൊരു റിക്വസ്റ്റ് വരികയും നമ്മൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ പെർമിഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നമ്മളുടെ കോൾ ഹിസ്റ്ററി ഇവിടെ റിഫ്ലക്റ്റ് ആവുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കോൾ ചെയ്യേണ്ട സ്ക്രീനാണ് കാണുന്നത്. നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫോൺ വരുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പിൽ ഇതുപോലുള്ള ഒരു സ്ക്രീനാണ് വരാൻ പോകുന്നത്. നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ലാപ്ടോപ്പിൽ നിന്നാണ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൈക്രോഫോണും സ്പീക്കറും ലാപ്ടോപ്പിൻ്റേത് ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡ് അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസാണ് നമ്മളുടെ ചാനലിലൂടെ വരുന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.